ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചണിട്ട് ഒരു നല്ലൊരു അടിപൊളി പുളിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വെച്ചിട്ട് എങ്ങനെ കറി ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കിക്കോളി. അപ്പോൾ വീഡിയോയിലേക്ക് പോകാമല്ലേ. അപ്പോൾ ഞാനിതാ ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ തക്കാളി, പിന്നെ കുറച്ച് വെള്ളുള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ കർച്ചപ്പ്, പിന്നെ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള ഒരു വളംപുളിയാണ് എടുത്തിട്ടുള്ളത്. ഇതാ പാത്രം അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കൊടുത്ത്, അപ്പം അതിനുശേഷം ഇതാ എണ്ണ ഒഴിച്ചതിന് പിന്നെ ഇതാ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് വെള്ളുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് പിന്നെ ഇതാ കർച്ചപ്പിട്ട് കൊടുക്കുന്ന, പിന്നെ ഇതാ പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ല മൂത്ത് വരുന്നത് വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ല മൂത്ത് വരുമ്പോൾ നല്ലൊരു മണം വരുന്നുണ്ട്, നല്ല ഈറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണ ആവശ്യത്തിന് വേണ്ടത്ര ഒഴിച്ച് കൊടുക്കാം. ഞാനപ്പോൾ എനിക്ക് കുറച്ച് കൂടുതൽ എണ്ണയാണ്, അങ്ങനെ ഞാൻ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പിന്നെ എല്ലാം നല്ല മണക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇതാ ഉള്ളി എടുത്തിട്ടുണ്ട്, അതിന് നല്ല ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ടായ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. കൈ കൊണ്ട് നല്ല തുരുമ്മിയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അതിലേക്ക് നമുക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, ഒരു 2 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നെ ഇതാ നല്ലോണം ഇളക്കി കൊടുക്കുന്ന ഉള്ളി ഇതൊക്കെ നല്ല വെന്ത് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല മൂത്ത് വരുന്നത് വരെ ഇതാക്കണം. അപ്പോൾ നമുക്ക് നല്ല മണത്തോടു കൂടി തന്നെ ഈ കറി ഉണ്ടാക്കാം. നല്ലൊരു അടിപൊളി ഹെൽത്തിയായ കറിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കറി ഉണ്ടാക്കിയാൽ നമുക്ക് എത്ര ചോറ് വേണമെങ്കിലും കഴിക്കും, അത്രയ്ക്കും ടേസ്റ്റാണ്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് ഇതാ ഞാൻ അങ്ങനെ നല്ലൊരു ഇതായിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ കൊണ്ട് നല്ല ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞാനിതാ ഒരു പുളി നല്ലവണ്ണം കൈ കൊണ്ട് അങ്ങനെ നല്ല തിരുമ്മി എടുത്തിട്ട് നല്ല പുളിവെള്ളമൊക്കെ റെഡിയാക്കി വെക്കുന്നുണ്ട്. അതാ ഉള്ളിയൊക്കെ നല്ല മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ ആദ്യമായി കാണുന്ന മുട്ടുമണികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത്. അങ്ങനെ ഇതാ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാനിതാ തക്കാളി ഇട്ട് കൊടുക്കുന്നത്, ചെറിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ഉടച്ച് കിട്ടുന്നവരെ കയ്യിൽ കൊണ്ട് നമ്മൾ ഇങ്ങനെ നല്ലവണ്ണം ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് നല്ല തക്കാളിയും പിന്നെ ഉള്ളിയൊക്കെ നല്ല വെന്ത് കിട്ടും. പിന്നെ ഇത് അതിലേക്ക് ഞാൻ അരച്ച് വെച്ചിട്ടുള്ള മുളകാണ് ഇട്ടത്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമുക്ക് എത്ര വേണമെന്നത്ര നമുക്ക് കാരത്തിന് ഒത്തിട്ട് ഇടാം. അപ്പോൾ ഞാനൊരു 2-3 സ്പൂണ് കാരത്തിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു എരിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കഴിക്കാൻ നല്ലൊരു രുചിയായിരിക്കും. അപ്പോൾ അതിനുകൊണ്ട് ഞാൻ കുറച്ച് കാരത്തോടു കൂടി തന്നെ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇതാ നല്ല മസാലയൊക്കെ വെന്ത് കിട്ടി. അപ്പോൾ അതിലേക്ക് ഞാൻ കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കായം ഇതില്ലാതെ കൊണ്ട് ഞാൻ കായപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ലവണ്ണം കായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് പിന്നെ അത് നല്ലൊരു മണമാണ് കേട്ടോ. അങ്ങനെ ഇതാ കായപ്പൊടിയെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ല ഉള്ളിയും തക്കാളിയും നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളം ആവശ്യത്തിന് കുറച്ച് കൂടി ഒഴിച്ചാൽ മതി. നമ്മളെ മുളകൊക്കെ വെന്ത് കിട്ടുന്നത്ര വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ അധിക വെള്ളമായാൽ നമുക്കത് കുറച്ച് അതിൻ്റെ ഇതെല്ലാം മാറിപ്പോവും ടേസ്റ്റൊക്കെ. അങ്ങനെ അതിലേക്ക് ഞാൻ കുറച്ച് വെല്ലം ഫുള്ളിടുന്നില്ല കേട്ടോ, ഞാൻ അത് കാണിച്ചത് മാത്രം. അപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായി. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് വെള്ളത്തോട് കൂടിയിട്ട്. അതിന് ശേഷം പിന്നെ വെള്ളം അലിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയാലില്ല അത്രയ്ക്കും നമുക്ക് കഴിക്കാൻ അത്രയും പാങ്ങാണ്, പറയേണ്ടതില്ല അതിൻ്റെ ഇത്. അതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നല്ല മൂത്ത് തിളച്ച് വരുന്നത് വരെ ഞാൻ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ പാത്രത്തിന് ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നതാണ്. അങ്ങനെ അതിലേക്ക് നല്ല പാകത്തിനൊക്കെ വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിളച്ചിട്ട് നല്ല ആറി കിട്ടുന്നത് വരെ ഞാനിങ്ങനെ ഇതാക്കുന്നത്. അപ്പോൾ അതിലേക്ക് മറന്നുപോയി കുറച്ച് ജീരകപ്പൊടിയും വലിയ ജീരകപ്പൊടിയും ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അത് ലാസ്റ്റ് ഓർമ്മയായി. അങ്ങനെ അതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല തിളക്കുന്നുണ്ട്. അപ്പോൾ തിളച്ചിട്ട് നല്ല മൂത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ
വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷം. അപ്പോൾ പുതുതായി വരുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുത്തുമണികളൊന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ വീണ്ടും ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരും. ഇങ്ങനെ ഇതാ ഉള്ളിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും റൊട്ടിക്കും ഒക്കെ കഴിക്കാൻ പറ്റും. അത്രയ്ക്കും നല്ല ടേസ്റ്റാണ്. പിന്നെ ചോറിന് കഴിക്കേണ്ടത് പറയേണ്ടതില്ലല്ലോ, അത്രയ്ക്കും രുചിയാണ് കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല രുചിയാണിത്. അങ്ങനെ ഞാനൊരു പാത്രത്തിലോട്ട് വിളമ്പിയെടുക്കുന്നുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ വ്യൂസൊക്കെ കുറവാണ്, എന്ത് കാരണം എന്നറിയുന്നില്ല. എവിടെ പോയാലും വ്യൂസ് കയറുന്നില്ല, ഷോർട്ടിനായെങ്കിലും കയറുന്നില്ല, വീഡിയോസിനായെങ്കിലും കയറുന്നില്ല. അങ്ങനെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഇതാ ഉള്ളിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഉള്ളിക്കറി നല്ല ടേസ്റ്റ് ആയിരിക്കുമെന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ഉള്ളിക്കറി ഉണ്ടാക്കിയത്. അപ്പോൾ അത് അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായി. ഓക്കെ, അസ്സലാമു അലൈക്കും.